എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്നത്തെ റെസിപ്പി ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന വളരെ സ്വാദോട് കൂടിയിട്ടുള്ളൊരു കറിയാണ്. എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം. അതുപോലെ നാളികേരമൊന്നും അരച്ച് ചേർക്കാതെയാണ് ഈ കറി നമ്മളിന്ന് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ തയ്യാറാക്കി നോക്കണം കേട്ടോ. അപ്പോൾ റെസിപ്പി എങ്ങനെയാണെന്ന് വീഡിയോ എല്ലാവരും കണ്ടു നോക്കൂ. ഞാൻ വഴുതനങ്ങയും അതുപോലെ വെണ്ടയ്ക്കയും കുറച്ച് പച്ചമുളക് എടുത്തു വെച്ചിട്ടുണ്ട്. സാധാരണ നമ്മുടെ വീടുകളിൽ മിക്കവാറും ഉണ്ടാവുന്ന വെജിറ്റബിളാണ് ഈ വെണ്ടയ്ക്കയും വഴുതനങ്ങയൊക്കെ അല്ലേ. ഇത് നമ്മൾക്കൊന്ന് അരിഞ്ഞെടുക്കണം. വെണ്ടയ്ക്ക നമ്മൾക്ക് ചെറുതായിട്ട് അരിയേണ്ട ആവശ്യമില്ല. ഈ ഒരു രീതിയിലാണ് വെണ്ടയ്ക്ക നമ്മൾ അരിഞ്ഞെടുക്കേണ്ടത്. ഇതൊരു പഴയകാല കറിയാണ് കേട്ടോ. എത്ര പേര് കഴിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. നമ്മുടെ അമ്മമാർക്കൊക്കെ അറിയാൻ പറ്റും ഈ കറീനെ കുറിച്ചിട്ട്. പണ്ടൊക്കെ നമ്മുടെ വീട്ടിൽ ഇന്നത്തെ പോലെ ഫോണൊന്നുമില്ല. പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഒരു തട്ടിക്കൂട്ട് കറി ഉണ്ടാക്കുന്നതാണ്. പക്ഷെ വളരെ സ്വാദാണ് കേട്ടോ ഈ കറിക്ക്. ചോറൊക്കെ വിളമ്പുന്ന സമയം മതി പെട്ടെന്ന് നമുക്ക് ഈ ഒരു കറി തയ്യാറാക്കി എടുക്കാനായിട്ട്. വഴുതനങ്ങയും എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി പച്ചമുളക് ഞാൻ നെടുവി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ എരിവ് വേണ്ടത് അതനുസരിച്ച് പച്ചമുളക് എടുക്കുക. ഇനി നമ്മൾക്കത് എളുപ്പം തന്നെ കറി തയ്യാറാക്കി എടുക്കാം. മൺചട്ടിക്കകത്തേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കി എടുക്കണം കേട്ടോ, അപ്പോഴാണ് സ്വാദ് കിട്ടുക. ഇനി ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക. വെണ്ടയ്ക്കയും അതുപോലെ തന്നെ വഴുതനങ്ങയും പച്ചമുളകും ഈ സമയത്ത് തന്നെ അങ്ങ് ചേർത്ത് കൊടുത്തോളൂ. എന്നിട്ട് വഴറ്റി കൊടുക്കുക. ഒരുപാട് ഫ്രൈ ആക്കേണ്ട ആവശ്യമില്ല. കാരണം വെണ്ടയ്ക്കയുടെ വഴുവഴുപ്പ് ഒന്ന് മാറി കിട്ടുക, അത്രയേ ഉള്ളൂ. വഴുതനങ്ങയും പച്ചമുളകും ഒക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ആയി കിട്ടും. ഒരു 1-2 മിനിറ്റിനുള്ളിൽ അത് ഫ്രൈ ആവും. ചെറിയ തീയിലിട്ടിട്ട് വേണം കേട്ടോ വഴറ്റിയെടുക്കാനായിട്ട്. കുറച്ച് കറിവേപ്പില ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് വെളിച്ചെണ്ണയൊന്നും ചേർത്ത് ഫ്രൈ ആക്കണ്ട. അപ്പോൾ ഈ ഒരു കറിയുടെ പേര് മെഴുകറി എന്നാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു മെഴുക്കുവരട്ടിയുടെ കഷ്ണങ്ങൾ ഉപയോഗിച്ചിട്ടാണല്ലോ നമ്മൾ ഈ കറി തയ്യാറാക്കി എടുക്കുന്നത്. അതുകൊണ്ടാവാം ഒരുപക്ഷെ മെഴുകറി എന്നുള്ള പേര് വന്നത്. അപ്പം ഞാൻ അമ്മോട് ചോദിച്ചപ്പം അങ്ങനെയാണ് കേട്ടോ എനിക്ക് മറുപടി കിട്ടിയത്. ഇത്രയും മതി, ഒരുപാട് അങ്ങോട്ട് ഫ്രൈ ആയി പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇത്രയും മതി. തീ നല്ലപോലെ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുക. ഇനി ഇതിനകത്തേക്ക് പുളിവെള്ളം, വാളംപുള്ളിയുടെ വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കഷ്ണങ്ങളനുസരിച്ച് പുളിവെള്ളം ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ ആവാം കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. മുളക് പൊടി ഒരുപാട് ചേർത്ത് കൊടുക്കേണ്ട, വളരെ കുറച്ച്. പച്ചമുളകാണ് നമ്മൾ കൂടുതൽ ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ചേർക്കേണ്ടത് ഉലുവപ്പൊടിയാണ്. 1/4 ടീസ്പൂണിലും അല്പം കൂടുതൽ. അതുപോലെ തന്നെ കായത്തിൻ്റെ പൊടിയും ഒരു 1/4 ടീസ്പൂണിലും കൂടുതൽ ചേർത്ത് കൊടുക്കുക. കായത്തിൻ്റെ ഉലുവയുടെയൊക്കെ ഫ്ലേവറാണ് ഒന്ന് മുന്നിട്ട് നിൽക്കണേ കേട്ടോ ഈ കറിക്ക്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഒന്ന് തിളച്ചതിന് ശേഷം ഉപ്പ് നോക്കിയിട്ട് വേണച്ചാൽ പിന്നെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഞാനൊന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് ഉപ്പ് നോക്കുക കേട്ടോ. ഇല്ലെങ്കിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക. പുളി ചേർക്കുമ്പം ചിലപ്പോൾ കുറച്ച് കുറവ് പോലെ നമുക്ക് ഉപ്പ് തോന്നും. അപ്പം ഞാൻ നോക്കിക്കഴിഞ്ഞപ്പം ഉപ്പ് കറക്റ്റ് പാകമായതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. ഒന്നും കൂടി ഒന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട്. ചെറിയ തീയിലിട്ടിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. നമ്മുടെ കറി ഇവിടെ ഏകദേശം റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കറി നമ്മൾ കുറച്ച് ലൂസോട് കൂടിയിട്ട് എടുത്തു വെക്കണം കേട്ടോ. ഇതൊരു 5-10 മിനിറ്റ് ഇരുന്ന് കഴിയുമ്പോഴേക്കും ഭയങ്കര തിക്കായിട്ട് പോകുന്നൊരു കറിയാണ്. കാരണം എന്താ വെച്ചാൽ ഇതിനകത്തേക്ക് നമ്മൾ ചേർത്തിരിക്കുന്ന വെജിറ്റബിൾ വെണ്ടയ്ക്കയും വഴുതനങ്ങയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പാകത്തിന് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കുക. ഇനി എരിവും അതുപോലെ തന്നെ ആ പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ശർക്കര ചേർത്ത് കൊടുക്കുക. ഒരുപാടൊന്നും വേണ്ട, വളരെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ശർക്കരയും കൂടി ചേർക്കുമ്പോഴാണ് കേട്ടോ നമ്മുടെ കറിക്കൊക്കെ ഒന്നും കൂടി സ്വാദ് കിട്ടുക. ഇനി നമ്മൾക്ക് ഇതിനകത്തേക്കൊന്ന് വറുത്തിടണം. വറുത്തും കൂടി ഇടുമ്പോഴാണ് നമ്മുടെ കറിയുടെ ടേസ്റ്റൊക്കെ ഒന്നും കൂടി കൂടുക. അപ്പോൾ സ്റ്റവിൽ നിന്ന് മൺചട്ടി ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി കഴിയുമ്പം അതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെയാവാം കടുക് ചേർത്ത് കൊടുക്കുക. കടുക് നല്ലപോലെ പൊട്ടി വന്നു കഴിയുമ്പം അതിലേക്ക് 2-3 വറ്റൽമുളകും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. നല്ലപോലെ മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ കറിയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കറി കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞപ്പം നല്ലപോലെ തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. തയ്യാറാക്കി നോക്കൂ കേട്ടോ, ഇഷ്ടമാവും എല്ലാവർക്കും. തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ പറയണേ. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കല്ലേ. മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. താങ്ക്